മലബാർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രവീഥികളിലൂടെ എന്ന പ്രോഗ്രാം വീക്ഷിക്കുന്ന എല്ലാ ഭക്തർക്കും സാദര നമസ്കാരം. പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ അന്നകര ശ്രീ അന്നപൂർണേശ്വരിയുടെ തിരുസന്നിധിയിലാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് തൃക്കുലശേഖരപുരം ദേശത്ത് കഠിനമായ ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നതിനെ തുടർന്ന് ജീവിതം ദുസ്സഹമാവുകയും അതിനെ തുടർന്ന് നാടുവാഴികളും ജനങ്ങളും ശ്രീ അന്നപൂർണേശ്വരിയെ പ്രതിഷ്ഠിച്ച് മനമുരുകി പ്രാർത്ഥിക്കുവാനും തീരുമാനിച്ചു. തൃക്കുലശേഖരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാനൊപ്പം തുല്യ പ്രാധാന്യത്തോടെ സർവാഭരണ വിഭൂഷിതയായി ഇരു കൈകളിൽ പൊൻകൊരികയും ചട്ടുകവുമായി നിൽക്കുന്ന അന്നപൂർണേശ്വരി ദേവിയുടെ പ്രതിഷ്ഠ യഥാവിധി നടത്തി പൂജാകർമ്മങ്ങൾ അനുഷ്ഠിച്ചു. അന്നു തൊട്ട് ഇന്നേ വരെ ദേശത്ത് അന്നത്തിന് മുട്ടുണ്ടായിരുന്നില്ലെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം. അന്നപൂർണേശ്വരിയെ കുടിയിരുത്തിയതിനാൽ ദേശം അന്നകര എന്നറിയപ്പെടുവാനും തുടങ്ങി. ഏറെക്കാലം ഉള്ളനാട് തറവാടിൻ്റെ അധീനതയിലായിരുന്നു അത്രേ ഉള്ളനാട് ക്ഷേത്രവും. ഇപ്പോഴുള്ള ക്ഷേത്ര സമുച്ചയത്തിൻ്റെ നിർമ്മാണം നടത്തിയത് ഉള്ളനാട്ടെ മൂത്ത പണിക്കരാണെന്നാണ് നിഗമനം. ചേരമാൻ പെരുമാൾ അധികാരം ഉപേക്ഷിച്ചപ്പോൾ തൻ്റെ അംഗരക്ഷകനും പള്ളിയറക്കാരനുമായിരുന്ന ഉള്ളനാട് കാരണവരോട് ശിഷ്ടകാലം സാമൂതിരിയെ സേവിക്കണം എന്ന് കൽപ്പിച്ചു അത്രേ. രാജ്യത്തെ ആയുധ അഭ്യാസ കളരിയുടെ ചുമതലയും സാമൂതിരി ഉള്ളനാട് പണിക്കർക്ക് നൽകിയെന്നാണ് ചരിത്രം. കോഴിക്കോട് ആസ്ഥാനമാക്കി ശക്തനായ സാമൂതിരി രാജ്യവിസ്തൃതി വർദ്ധിപ്പിച്ച് തൃശ്ശൂരും തൻ്റെ അധീനതയിലാക്കി. ഈ സമയം ഉള്ളനാട്ടുകാർ ചാവക്കാടിനടുത്ത് വെങ്കിടങ്ങിലേക്ക് താമസം മാറ്റി. സാമൂതിരി പുന്നത്തൂർ രാജാവിനെ തോൽപ്പിച്ചപ്പോൾ സാമൂതിരിയുടെ നിർദ്ദേശപ്രകാരം ഏറെക്കാലം ഗുരുവായൂർ ക്ഷേത്രഭരണം നടത്തിയതും ഉള്ളനാട്ട് പണിക്കരായിരുന്നു. തൃക്കുലശേഖരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അന്നപൂർണേശ്വരി പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം 3 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ തുല്യ പ്രാധാന്യത്തോടെ മറ്റൊരു പ്രതിഷ്ഠ കൂടി നടന്നു. അന്നകരയുടെ തൊട്ടടുത്ത ഗ്രാമമായ കോക്കൂരിൽ പ്രളയമുണ്ടായപ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ഭഗവാനെ തൃക്കുലശേഖരപുരം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയായിരുന്നു. കോക്കൂർ തേവർ എന്നാണ് ഇവിടെ ശ്രീകൃഷ്ണൻ അറിയപ്പെടുന്നത്. മൂന്ന് പ്രതിഷ്ഠകൾക്കും 3 ശ്രീകോവിലുകളും 4 അമ്പലവും നമസ്കാര മണ്ഡപവും ഒക്കെയായി തുല്യ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. ശ്രീകൃഷ്ണന് വട്ടശ്രീകോവിലും അന്നപൂർണേശ്വരിക്ക് ദീർഘചതുര ശ്രീകോവിലും മഹാവിഷ്ണുവിന് ചതുരാകൃതിയിലുള്ള ശ്രീകോവിലുമാണ്. 600 വർഷങ്ങൾക്ക് മുൻപ് കുലശേഖര പെരുമാളാണ് തൃക്കുലശേഖരപുരം ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് ചരിത്രങ്ങൾ പറയുന്നു. മഹാവിഷ്ണു ക്ഷേത്ര പ്രതിഷ്ഠ വരുന്നതിന് മുൻപ് പ്രദേശം കൊടും വനമായിരുന്നു. ഇന്ന് ക്ഷേത്രത്തിലുള്ള ശാസ്താപ്രതിഷ്ഠ അന്ന് ആ വനത്തിലുണ്ടായിരുന്നു. ഒരിക്കൽ വനത്തിൽ കാട്ടുതീ പടർന്നു പിടിക്കുകയും പ്രദേശം മുഴുവനും കത്തി അമരുവാൻ തുടങ്ങിയപ്പോൾ ഭക്തർ ശാസ്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചതിനെ തുടർന്ന് കാട്ടുതീ ശമിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ സ്മരണാർത്ഥം 5-ാം ഓണ ദിവസം ഭക്തർ ഇന്നും ശാസ്താവിന് 7 തവണ പ്രദക്ഷിണം വച്ച് നാളികേരം ഉടയ്ക്കുന്ന ചടങ്ങിന് ദേശവാസികൾ മുഴുവനായും പങ്കെടുത്തു വരുന്നു. മഹാവിഷ്ണുവിൻ്റെ ചതുർബാഹു വിഗ്രഹമാണെങ്കിലും ലക്ഷ്മി സമേതനായ ശാന്തഭാവത്തിലുള്ള നരസിംഹ സങ്കല്പമാണ്. അന്നപൂർണേശ്വരിക്കും കോക്കൂർ ദേവർക്കും ഇവിടെ ഉപപ്രതിഷ്ഠകളുണ്ട്.
അന്നപൂർണേശ്വരിയുടെ ഇടതുഭാഗത്ത് ഗണപതിയും പുറത്തെ കന്നിമൂലയിൽ ശാസ്താവും കോക്കൂർ തേവരോടൊപ്പം വന്ന ശിവനെ 3 ദേവതകളുടെയും പിന്നിലായും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. മൂന്ന് ദേവതകളുടെയും പ്രതിഷ്ഠ പടിഞ്ഞാറേ ദിക്കിലേക്കാണ് എന്നതിനാൽ ദർശനവും പടിഞ്ഞാറാണ്. ഓരോ ദേവന്മാർക്കും പ്രത്യേക വിശേഷങ്ങളുണ്ടെങ്കിലും കുംഭമാസത്തിൽ ഉത്രട്ടാതിയാണ് ഭഗവതിയുടെ പ്രതിഷ്ഠാദിനം. പ്രതിഷ്ഠാദിനം ഇവിടെ പൂരമായിട്ടാണ് ആഘോഷിക്കുന്നത്. പണ്ടുകാലത്ത് 3 ദേവതകൾക്കും പ്രത്യേകം ഉത്സവങ്ങൾ നടത്തിയതായി പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ പ്രസാദ ഊട്ടിന് ഏറെ പ്രാധാന്യമാണുള്ളത്. അന്നദായിനിയായ അന്നപൂർണേശ്വരിയുടെ പ്രസാദം സ്വീകരിക്കുവാൻ നിരവധി ഭക്തരാണ് പ്രസാദ ഊട്ടിൽ പങ്കെടുക്കുന്നതും ഊട്ട് വഴിപാടായി നടത്തുന്നതും. ഈ ക്ഷേത്രത്തിൽ പ്രസാദ ഊട്ട് വഴിപാടായി നടത്തിയാൽ ദാരിദ്ര്യ ദുഃഖ ശമനവും കുടുംബ ഐശ്വര്യവും വന്നു ചേരുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. പൂർണ്ണകായ ശിലാവിഗ്രഹമാണ് ഭഗവതിയുടേത്. പൗർണമി പൂജയാണ് ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജ. ക്ഷേത്രത്തിൽ ചന്ദ്രോദയ സമയത്ത് ഭഗവതിയെ പൗർണമി ദേവിയായി സങ്കല്പിച്ചുകൊണ്ടാണ് ഈ പൂജ എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അഭീഷ്ടകാര്യത്തിനും മംഗല്യഭാഗ്യത്തിനും ഈ പൂജ അത്യുത്തമമാണ് എന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഭഗവതി അന്നപൂർണേശ്വരി ആയതിനാൽ കുട്ടികളുടെ ചോറൂണിന് ക്ഷേത്രത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. 2012 ഡിസംബർ 26 ക്ഷേത്രത്തിൽ ലക്ഷം ദീപസമർപ്പണം നടന്നിരുന്നു എന്നതുകൊണ്ട് തന്നെ ഈ ദിവസം ഇന്നും ഭക്തർ ദീപോത്സവമായി ആഘോഷിച്ചു വരുന്നു. ഈ ദേശത്തെ ഭക്തരുടെ ആത്മവിശ്വാസവും കരുത്തും അന്നദാതാക്കളുമാണ് ഈ ക്ഷേത്രത്തിലെ ദേവതകൾ എന്നത് ഇവിടുത്തെ ഓരോ ഭക്തൻ്റെയും വാക്കുകളിൽ പ്രതിധ്വനിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു.